നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് രാവിലെ നടത്തം കഴിഞ്ഞ് സ്റ്റാൻലി അവത് കുടിച്ചാനും വീട്ടിലേക്ക് വരുവാണ്. ആ സമയത്ത് അലീന എന്ത് ചെയ്തു? നേരെ അടുക്കളയിലേക്ക് പോയി. അലീന അടുക്കളയിൽ പോയി ചായ ഉണ്ടാക്കണം. അവത് കുടിച്ചാനും സ്റ്റാൻലിക്കും ഒക്കെയുള്ള ചായയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. ആ സമയത്താണ് പൗലോസ് അങ്ങോട്ടേക്ക് വരുന്നത്. പൗലോസ് എഴുന്നേറ്റ് വരുന്നുണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് അലീന പറഞ്ഞു, ഇതേ പൗലോസ് ചേട്ടാ, പൗലോസ് ചേട്ടൻ ഒരു ചായ എടുത്തോളാൻ പറഞ്ഞു. പൗലോസ് ഒന്നും മിണ്ടിയില്ല. അലീന എന്ത് ചെയ്തു? അലീന ആ ചായ അവിടെ വെച്ചു. പിന്നീട് നേരെ സ്റ്റാൻലിക്ക് അവത് കുടിച്ചാനും ചായ കൊടുക്കാനായിട്ട് അങ്ങോട്ട് പോയി. അവത് കുടിച്ചായ മുറിയിലുണ്ടായിരുന്നു. അങ്ങനെ ചായയൊക്കെ കൊണ്ടു കൊടുത്തൊരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞു. അല്ല, വെല്ലുപ്പച്ചൻ രാവിലെ ഇത് എവിടെ പോയി? ഞാൻ നടക്കാൻ പോയതാ. നടക്കാൻ പോയോ? ആഹാ, ഇത് അത്ഭുതമായിരിക്കുന്നല്ലോ. അതെ, ലാലിച്ചന്റെ കൂടെ രാവിലെ നടക്കാൻ പോയതാ. നടക്കാൻ പോകുന്ന സ്വഭാവമൊന്നും ഇല്ലാത്തായിരുന്നല്ലോ. എന്തു പറ്റി? ഇവിടെ വന്നതിന് ശേഷം ഞാൻ കണ്ടിട്ടില്ലോ. അത് രാവിലെ ലാലിച്ചൻ നടക്കാൻ പോയെന്നേ. അവൻ എന്നെ വിളിച്ചു, വരുന്നുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ പിന്നെ ഞാനും അങ്ങോട്ട് കൂടെ പോയി. കുറെ കാലമായി അവൻ പോയിട്ടെ. അവനിപ്പം നല്ല മാറ്റങ്ങളൊക്കെ വരാൻ തുടങ്ങി. എക്സസൈസ് ഒക്കെ നല്ലതാ വല്യപ്പച്ച. വല്യപ്പച്ചന്റെ ചെറിയ പ്രായത്തില് വല്യപ്പച്ചൻ നല്ല ആരോഗ്യവാനായിരുന്നല്ലേന്ന് ചോദിച്ചു. അതെ അതെ, അതെ, ഇവനെ പോലെ ഒന്നും ആയിരുന്നില്ല ഞാന്. അത് കണ്ടപ്പം മനസ്സിലായി. എന്നാലും ഈ പ്രായത്തിലും നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കണം, എക്സസൈസ് ഒക്കെ ചെയ്യണം. പപ്പാട് കഴിഞ്ഞ ദിവസം ഞാനത് പറഞ്ഞായിരുന്നു. അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ടാന്ന് തോന്നി അവൻ ഇന്ന് എക്സസൈസ് ഒക്കെ ചെയ്യണമെന്ന് കരുതി പോയെന്ന് പറഞ്ഞു. ഞാൻ കൊണ്ട് ചായ കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. ഇത്തിരി ചായ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അത് കുടിച്ചാൽ വിളിച്ചു പറഞ്ഞു, സൂപ്പർ ചായ, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. താങ്ക് യു വല്യപ്പച്ചാന്ന് പറഞ്ഞുകൊണ്ട് അലീന നേരെ സ്റ്റാലിയുടെ അടുത്തേക്ക് വന്നു. ആഹാ, ഇതെന്താ ഇന്ന് രാവിലെ നീ ചായക്കായിട്ട്? അതെ പപ്പ, ഇന്ന് ഞാനാണ് രാവിലെ അടുക്കളയിൽ കയറി ചായ വെച്ചേ. അല്ല, പൗലോസ് ഇല്ലേന്ന് ചോദിച്ചു. പൗലോസ് എന്നെ എഴുന്നേറ്റ് വന്നോളെന്ന് പറഞ്ഞു. അല്ല, ഈ ശീലങ്ങളൊക്കെ നിനക്ക് ഉള്ളതാണോന്ന് ചോദിച്ചു. എൻ്റെ ജോലി തന്നെ ഇതല്ലായിരുന്നോ പപ്പ? അപ്പൊ പിന്നെ എന്നോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ? അതെ, ഇവിടെ ഇതിന്റെ ആവശ്യമൊന്നുമില്ല. പൗലോസ് ചെയ്തോളൂ അതൊക്കെ. നീ കയറി അടുക്കളയിൽ കയറി പണിയൊന്നും ചെയ്യണ്ട. അതൊന്നും എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല. അല്ല, പൗലോസായിട്ട് വീണ്ടും വല്ല വഴക്കിനെന്തേലും പോയോ? അങ്ങനെ വഴക്കിനൊന്നും പോയില്ല പപ്പ ഞാന്. ഈ വഴക്കിനൊന്നും പോണ്ട. ഒരു വഴക്കൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമാണ്. പിന്നെ അതൊക്കെ ഒന്ന് കോംപ്രമൈസ് ആക്കണമെങ്കിൽ എത്ര ബുദ്ധിമുട്ടാണെന്നറിയോ? നമ്മൾ വെറുതെ എന്തിനാ വഴക്ക് പിടിക്കണേ? അതെ പപ്പ, ഞാൻ ആരുമായിട്ട് അങ്ങനെ വഴക്ക് പിടിക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വിട്ടുകൊടുക്കത്തില്ല. എനിക്ക് ദേഷ്യം വരുമെന്ന് പറഞ്ഞു. സാരല്ല, പോട്ടെ. അങ്ങനെ അലീന ചായ കൊടുത്തിട്ട് ഒരു ഗ്ലാസ് ചായ അലീനയുടെ കയ്യിലുണ്ടായിരുന്നു. അലീന അതൊക്കെ കുടിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് വരുമ്പോഴത്തേനും പൗലോസിന് കൊടുത്ത് ചായ അവിടെ ഇരിക്കുന്നുണ്ട്. പൗലോസ് വേറെ ചായ വെക്കാനായിട്ട് വെള്ളം എടുത്ത് അടുപ്പത്ത് വെച്ചു. പൊടി എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേനും അലീന പെട്ടെന്ന് എന്നിട്ട് പൗലോസ് ചേട്ടാന്നൊരു വിളിയായിരുന്നു. പൗലോസ് നോക്കി, ഒന്നും മിണ്ടിയില്ല. അല്ല, ഇതാർക്കാ ഇപ്പൊ ചായ വെക്കുന്നേ? എനിക്ക്. അല്ല, ഇപ്പൊ പൗലോസ് ചേട്ടനല്ലേ ഇവിടെ ചായ എടുത്തന്നേ? അതെനിക്ക് വേണ്ട. എനിക്ക് സ്വന്തമായിട്ട് ഇട്ട് കുടിക്കുന്ന ഇഷ്ടം. എനിക്ക് വായിക്ക് ടേസ്റ്റ് ആയിട്ട് എന്തെങ്കിലും കുടിക്കാൻ കഴിക്കുകയൊക്കെ വേണമെന്ന് പറഞ്ഞു. അലീനയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. അലീന എന്നിട്ട് പറഞ്ഞു, ആ ചായപ്പൊടി വെക്കാനും പറഞ്ഞിട്ട് അവിടെ വെപ്പിച്ചു. അതെ, വെറുതെ ഇങ്ങനെ വേസ്റ്റ് ആയി കളയേണ്ട കാര്യമൊന്നുമില്ല. വേണ്ടെങ്കിൽ പൗലോസേണ ആദ്യം തന്നെ പറയണമായിരുന്നു എനിക്ക് വേണ്ടാന്ന്. ഇത് ആറ് തണുത്ത് പോയിട്ടല്ല പറയണേന്ന് പറഞ്ഞു. എനിക്കിപ്പോൾ ഒരു സ്വന്തമായിട്ടൊരു ചായ പോലും ഉണ്ടാക്കി കുടിക്കാൻ പറ്റില്ലെന്നായല്ലേന്ന് ചോദിച്ചു. അതെ, ഉണ്ടാക്കി കുടിക്കലെന്ന് ആരും പറഞ്ഞില്ല. പക്ഷെ ഇപ്പം ഞാൻ ചായ വെച്ചല്ലോ, അപ്പൊ പൗലോസേണ പിന്നെ വെക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അങ്ങനെയാണല്ലേ? അതും പറഞ്ഞപ്പെട്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ അലീനെ വിളിച്ചു. അതെ, ഒരു കാര്യം എൻ്റെ പപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാനും ഒരു കാര്യം പറയുക. മുമ്പത്തെ പോലത്തെ ദൂർത്തും കാര്യങ്ങളൊന്നും ഈ അടുക്കളയിൽ നടക്കില്ല. ഞാൻ രാവിലെ ഈ അടുക്കളയിലേക്ക് വന്നതുപോലും പൗലോസേണ ദേഷ്യം പിടിപ്പിക്കാനൊന്നുമല്ല. പൗലോസേണയുടെ കൂടെ കൂടി എന്തെങ്കിലുമൊക്കെ വെച്ചുണ്ടാക്കാൻ പഠിക്കണം. എനിക്കറിയാവുന്ന കാര്യം അങ്ങോട്ടും പറഞ്ഞുതരാം, പൗലോസേണ അറിയാവുന്ന കാര്യം എനിക്ക് പഠിക്കുകയും ചെയ്യാം. ആ ഒരു സന്തോഷത്തോട് കൂടിയിട്ടാണ് വന്നത്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴോ പൗലോസേണ ഈ രീതിയിലാണെങ്കിൽ കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുന്നേ? ഇങ്ങനെയാണെങ്കിൽ പൗലോസേണ ഇവിടെ തുടരാൻ ബുദ്ധിമുട്ടായിരിക്കും. അറിയാലോ, 3 ദിവസം തരും ഞാൻ. അതിനുള്ളിൽ പൗലോസേട്ടൻ മാറിയില്ലെങ്കിൽ പിന്നെ വേറെ എവിടെയും ജോലി അന്വേഷിക്കുന്നതായിരിക്കും നല്ലത്. പറഞ്ഞില്ല കേട്ടില്ലെന്ന് വേണ്ട. അതും പറഞ്ഞ് അലീന അങ്ങോട്ട് പോയി. പൗലോസിന് ദേഷ്യമായി. പൗലോസ് ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോവാണ്. അപ്പോഴേക്കുമാണ് ബൈജു അങ്ങോട്ട് വരുന്നത്. ബൈജു വന്നിട്ട് ചോദിച്ചു, എന്താ? ഒന്നും പറയണ്ട. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ അധിക ദിവസം കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ പൗലോസായിട്ട് ഇപ്പം പറ്റിയെന്ന് ചോദിച്ചു. എന്ത് പറ്റാനാ? അപ്പോഴേക്കും ആൻ്റപ്പനും കൂടെ വന്നു.
എന്താ പൗലോസേട്ടാ, ആ പെണ്ണ് കാരണം ഭയങ്കര പ്രശ്നമാണ്. അടുക്കള ജോലി ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഒരു ഗ്ലാസ് ചായ പോലും ഇട്ട് കുടിക്കാൻ പറ്റുന്നില്ല. ചായയോ? അപ്പം അവർക്കൊക്കെയുള്ള ചായ അലീന കൊണ്ടേ കൊടുത്തായിരുന്നു. അല്ല, ഞങ്ങളൊക്കെ രാവിലെ ചായ കുടിച്ചല്ലോ. അപ്പൊ പൗലോസേട്ടന് കിട്ടിയില്ലേ? ഓ, എനിക്കെങ്ങും ഇഷ്ടമില്ല അവളുടെ ചായ. അവള് ചായ ഉണ്ടാക്കൊണ്ട് തന്ന ആർക്കും ഇഷ്ടപ്പെടും? എനിക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കി കുടിക്കുന്ന ഇഷ്ടം. അപ്പോഴേക്കും ബൈജു പറഞ്ഞു, പൗലോസേട്ടാ ഇങ്ങനെ പോയിട്ടുണ്ടെ പൗലോസിനിട്ട് പണി കിട്ടും. അതെനിക്കറിയാടാ ബൈജു. അല്ല, നീ അഞ്ജലിലോ മറ്റോ വിളിക്കൂന്നൊക്കെ പറഞ്ഞിട്ട് എന്തായി? വല്ലതും ആയോ? അഞ്ജലി വിളിച്ച് സംസാരിച്ചിട്ട് അവരിങ്ങോട്ടേക്ക് വരൂന്നൊക്കെ നീ പറഞ്ഞിട്ട് ആരും അവളെ ഓടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നൊന്നുമില്ലോ. അതോ നീ ഇനിയിപ്പോൾ വിളിച്ചു പറഞ്ഞില്ലേ? എടാ, ആ റീത്താമ്മ ചേച്ചിയോടും എൽസമ്മ ചേച്ചിയോടും ഒക്കെ കാര്യങ്ങൾ പറയാൻ മേലായിരുന്നോ ഇവളുടെ വിളയാട്ടത്തെക്കുറിച്ചൊക്കെ? ഓ, അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പൗലോസേട്ടാ. അവര് വരും. അവരും അവരുടെ ആംഗ്ലമാരെല്ലാം അധികം വൈകാതെ ഇങ്ങോട്ടേക്ക് വരും. എടാ, അതൊക്കെ വല്ലതും നടക്കുന്ന കാര്യമാണോ? നടക്കും, ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഓ, അതുവരെ ഇവിടെ ആര് കാണുമെന്തോ. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഞാൻ പെട്ടെന്ന് പോകുന്ന ലക്ഷണം കാണുന്നുണ്ട്. അല്ല, നമുക്ക് ആൻ്റപ്പഞ്ചേട്ടനോട് സംസാരിച്ച് നോക്കിയാലോ? കേരള സഭനോട് പറയാൻ. ബെസ്റ്റ്. 2 വെള്ളത്തിലും കാല് വെക്കുന്ന അയാളോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു. എങ്കിൽ ശരി. അല്ല, കടയിൽ പോണ്ടേ? ഒരു കാര്യം ചെയ്യ, പൗലോസേട്ടൻ ബാ, ഞാൻ വണ്ടി ഇറക്കാന്ന് പറഞ്ഞു. അങ്ങനെ ബൈജു പൗലോസും ഒക്കെ കൂടെ ചേർന്ന് കടയിലേക്ക് പോകണം രാവിലെ സാധനങ്ങൾ മേടിക്കാനായിട്ട്. അങ്ങനെ കുറേ സമയം കഴിഞ്ഞ് 1.5 മണിക്കൂർ കഴിഞ്ഞപ്പം സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വീട്ടിലേക്ക് വന്നു. അലീനെ വന്ന് നോക്കിക്കഴിയുമ്പോൾ ജീപ്പിൽ നിന്ന് കുറേ സാധനങ്ങൾ ഇറക്കുന്നുണ്ട്. അതിനകത്ത് അരിയുണ്ട്, പച്ചക്കറികളുണ്ട്, പഴവർഗ്ഗങ്ങളുണ്ട്, മത്സ്യം, മാംസം, എല്ലാ സാധനങ്ങളും ഉണ്ട്. അലീനെ അതെല്ലാം നോക്കി വന്ന് നോക്കിയിട്ട് ചോദിച്ചു, അല്ല, എല്ലാ മാസമാണ് സാധനം മേടിക്കണമെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ബൈജു പറഞ്ഞു, അങ്ങനെയല്ല, ചിലപ്പം 3-4 ദിവസം കൂടെ വാങ്ങിക്കും, ചിലപ്പോൾ ആഴ്ചയിൽ ഒന്നായിരിക്കും. അല്ല, ഇതിൻ്റെയൊക്കെ ബില്ല് തീർത്തിണട്ടാണോ വാങ്ങിക്കണമെന്ന് ചോദിച്ചു. ബില്ല് തീർക്കുന്നില്ല, പറ്റുബുക്കാന്ന് പറഞ്ഞു. പറ്റുബുക്കോ? ആഹാ, എങ്കിലാ ബുക്കൊന്ന് കാണിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും പൗലോസ് ഒരു ചിരിയോട് പറഞ്ഞു, അതെ, മീനിനും ഇറച്ചിക്കൊന്നും പറ്റുബുക്കൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അല്ല, ബാക്കി സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് കാണിച്ചേ. ഈ അരിയൊക്കെ എത്ര കിലോയെന്ന് ചോദിച്ചു. അപ്പോഴേക്കും പൗലോസ് പറഞ്ഞു, 50 കിലോ. 50 കിലോയോ? ഇത് കണ്ടിട്ട് 50 കിലോ തോന്നുന്നില്ലല്ലോ. ഒന്നുമല്ലേലും അലീനയോടെ പറയണേ. അലീന കുറെ കാലം ഒരു ഓർഫനേജിൽ നിന്നല്ലേ, ഓർഫനേജിന്റെ നടത്തിപ്പിന്റെ കൂടെ ബ്രിജിത്താമ്മയുടെ കൂടെ നിന്നാ. അവൾക്ക് 1 കിലോ 2 കിലോ അരിയൊക്കെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. കൊച്ചു കുട്ടിയൊന്നുമല്ല. അലീന പറഞ്ഞത് 50 കിലോ ഇല്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും പൗലോസ് പറഞ്ഞു, പിന്നെ സാധനങ്ങൾ ഞങ്ങൾ തൂക്കിയാ വാങ്ങിയത്, 50 കിലോ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ വെളിച്ചെണ്ണയുടെ, ആട്ടയുടെ എല്ലാത്തിനും തൂക്കം ചോദിച്ചു കഴിഞ്ഞപ്പോൾ കൂടുതലാണ് പറയണേ. പഞ്ചസാരയുടെ ഒക്കെ അളവ് കൂടി കേട്ടുകഴിഞ്ഞപ്പോൾ അലീനയ്ക്ക് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. അലീന പിന്നീട് ആ പറ്റുബുക്ക് കയറാൻ പറഞ്ഞു. അപ്പോഴേക്കും പറഞ്ഞു, ഇവിടെ ഒരു പറ്റുബുക്കുണ്ട്. അങ്ങനെ അലീന ആ പറ്റുബുക്ക് മേടിച്ച് നോക്കി. അല്ല, ഇന്നത്തെ ദിവസത്തെ കുറിപ്പിച്ചിട്ടില്ലല്ലോ. അത് ഞാൻ അടുത്ത ദിവസം ചെല്ലുമ്പോൾ കുറിപ്പിക്കും എന്ന് പറഞ്ഞു. അതെന്താ, അന്നന്ന് കുറിപ്പിക്കാറില്ലേ? ഞാൻ മറന്നുപോയെന്ന് പറഞ്ഞു. ഒരു ഒഴുക്കം മട്ടിലാണ് പൗലോസ് പറയണേ. അപ്പോഴേക്കും അവത് കുടിച്ചാൻ അങ്ങോട്ട് വന്നു. എന്താ മോളെ? അല്ല, സാധനങ്ങളൊക്കെ നോക്കുമായിരുന്നു കടയിൽ നിന്ന് വാങ്ങിച്ചേ. ഇത് 50 കിലോ അരി ഉണ്ടെന്ന് പറഞ്ഞു. എനിക്ക് വിശ്വാസം വരുന്നില്ല. അപ്പോഴേക്കും പൗലോസ് ആടി പറഞ്ഞു, 50 കിലോ ഇല്ല, 40 കിലോ. അല്ല, മുമ്പേ പൗലോസേട്ടൻ പറഞ്ഞ 50 കിലോ എന്നല്ലേ? അതെനിക്ക് മാറിപ്പോയതാ. 40 കിലോ. കഴിഞ്ഞ ദിവസത്തെ കൂടെ കൂട്ടി ഞാൻ പറഞ്ഞേ. കഴിഞ്ഞ ദിവസം 10 കിലോ മേടിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു. കഴിഞ്ഞ ദിവസം 10 കിലോ മേടിച്ചായിരുന്നോ? അതെ. എന്നിട്ട് ഇത്ര കാണുന്നില്ലല്ലോ. അപ്പം അതിന് മുമ്പത്തെ ദിവസത്തെ കാണും. അല്ല, അതിനു മുമ്പ് 30 കിലോ അരി വാങ്ങിച്ചിട്ടുണ്ടല്ലോ. അപ്പം 30, 10, 40 കിലോ അരി ഇവിടെ ഉണ്ടായിരുന്നു. ഈ 5 ദിവസം കൊണ്ട് 40 കിലോ അരി തീർന്ന പൗലോസേട്ടാന്ന് ചോദിച്ചു. അല്ല, അതവിടെ അകത്തുണ്ടെന്ന് പറഞ്ഞു. എങ്കിലൊന്ന് ഞാൻ കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അലീന അരി ഇരിക്കുന്നിടത്തേക്ക് പോയി. അത്ര 40 കിലോ അരി മേടിച്ചാണെങ്കിൽ ഇപ്പം 50 കിലോ മേടിക്കേണ്ട കാര്യമില്ലല്ലോ. അരി വെക്കുന്ന ഡപ്പ തുറന്ന് പോയി കഴിഞ്ഞപ്പോൾ കൂടിപ്പോയിട്ടുണ്ട് 1 കിലോ അരി എങ്ങാനും കാണും. 2 കിലോ 2-3 കിലോ അരി അത്ര എങ്ങനെ കാണത്തുള്ളൂ, അതിൽ കൂടുതലില്ല. അല്ല പൗലോസേട്ടാ, ഞാൻ ഉപവാസത്തിലായിരുന്നു 2 ദിവസം. വല്യപ്പച്ചനാണെങ്കിൽ പുനലൂർക്ക് പോയിട്ടുണ്ടായിരുന്നു. 2 ദിവസം കഴിഞ്ഞാൽ വന്നത്. പിന്നെ ഇവിടെ പപ്പ ഉണ്ടായിരുന്നുള്ളൂ. എങ്ങനെ നോക്കിയാലും ഇത്ര അരിയൊന്നും തീരത്തില്ല ഈ 5 ദിവസം കൊണ്ട്. 40 കിലോ അരി പപ്പ തന്നെ തിന്നൂന്ന് ചോദിച്ചു. അല്ല, ഞങ്ങളൊക്കെ, എന്നാലും നിങ്ങളൊക്കെ ഈ 40 കിലോ അരി തിന്നാന്ന് പറഞ്ഞാൽ ഈ 5 ദിവസം കൊണ്ട് കഴിക്കാന്ന് പറഞ്ഞാൽ അവർ 1.5 കഴിപ്പ് തന്നെ ആളോ എന്ന് പറഞ്ഞു. ബാക്കി അരി എൻ്റെ അന്ന് ചിലപ്പോൾ കള്ളൻ കൊണ്ടുപോയി. കള്ളനോ? ഏത് കള്ളൻ? അതറിയത്തില്ല, ആരെങ്കിലും വന്ന് കൊണ്ടുപോയി കാണും. നിങ്ങളറിയാതെ ഇവിടെ അടുക്കള കയറി ഏത് കള്ളനാ കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചു. എന്താണെങ്കിലും ശരി. അപ്പോഴേക്കും അത് കുടിച്ചാൻ ചെന്നിട്ട് പൗലോസിനോട് ചോദിച്ചു, എടാ, എന്തേലും ഉടായ്പ കാണിച്ചിട്ടുണ്ടോ? അങ്ങനെയൊന്നും ഇല്ല കുട്ടിച്ചായ എന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ നിനക്കൊക്കെ കൊള്ളാം. അപ്പോഴേക്കും അലീന അത് കുടിച്ചാൻ പറഞ്ഞു,
വലിപ്പച്ച എനിക്ക് ചില സംശയങ്ങളുണ്ട്. എന്താ? ഈ സാധനങ്ങളൊക്കെ കടയിൽ നിന്ന് വാങ്ങിയതല്ലേ, അവിടെ കൊണ്ട് ഒന്നുകൂടെ നോക്കണമെന്ന് പറഞ്ഞു. എന്താ തൂക്കത്തിലെ വ്യത്യാസം ഉണ്ടോന്ന്, അയാൾ പറ്റിച്ചാണോ എന്നൊരു സംശയമുണ്ട്, ഇവരെ പറ്റിച്ചു വിട്ടിട്ടുണ്ടോന്ന്. അലീന അങ്ങനെയാണ് പറയണേ. അപ്പോഴേക്കും പെട്ടെന്ന് പൗലോസ് പറഞ്ഞേ അയാൾ അങ്ങനെ പറ്റിക്കുന്നൊന്നും അല്ലാന്ന് പറഞ്ഞു. ബൈജുവും പറഞ്ഞു അതെ, എന്നാലും നമുക്കറിയണമല്ലോ. ഈ സാധനങ്ങളൊക്കെ എടുത്ത് തിരികെ ജീപ്പിലേക്ക് കൊണ്ടുവെക്ക്. വല്യപ്പച്ചന് വണ്ടി ഓടിക്കാൻ അറിയാവുന്നല്ലേ വെച്ചു. അതെ, എങ്കിൽ വല്യപ്പച്ചൻ വണ്ടി എടുക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും ബൈജുവിൻ്റെ പൗലോസിൻ്റെ ഒക്കെ മുഖം മാറി. പൗലോസേണ്ണൻ അങ്ങോട്ട് കയറിപ്പോന്നെ, പൗലോസേണ്ണൻ കൂടെ ജീപ്പിനകത്ത് കയറ്, ബൈച്ചേണ്ണൻ കയറിക്കോളാൻ പറഞ്ഞു. അപ്പോഴേക്കും അത് കുടിച്ചാൻ പറഞ്ഞു എന്താടാ നിനക്കൊക്കെ ഒരു മടി? ഒന്നുമില്ലാന്ന് പറഞ്ഞു. ആകപ്പാട വല്ലാത്തൊരു ഞെട്ടലായിരുന്നു. പിടിക്കപ്പെട്ടല്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നു. അങ്ങനെ ഒടുവിൽ ജീപ്പ് നീങ്ങി ചെന്ന് നിൽക്കുന്ന സാധനങ്ങൾ വാങ്ങുന്ന കടയുടെ അവിടെയാണ്. സാധനങ്ങളൊക്കെ അങ്ങോട്ട് ഇറക്കി വെച്ചു. എന്നിട്ട് അലീന എന്നിട്ട് പറഞ്ഞു അതെ ഇന്ന് മേടിച്ച സാധനങ്ങളുടെ ലിസ്റ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അത് കുടിച്ചാൻ ചെന്നിട്ട് പറഞ്ഞു സ്റ്റാൻലിയുടെ മോളാണെന്ന് പറഞ്ഞു. ഓ അങ്ങനെയാണല്ലേ, അല്ലേ കൊച്ചിനോവിന് മുമ്പ് കണ്ടിട്ടൊന്നുമില്ലോ, ഇവിടെ ഇല്ലായിരുന്നു പറഞ്ഞു. അങ്ങനെ അന്ന് മേടിച്ച സാധനങ്ങളുടെ ലിസ്റ്റ് ആ പറ്റുബുക്കയിലേക്ക് കുറിപ്പിക്കണം. 50 കിലോ അരി എന്ന് വേണ്ട സർവ്വ സാധനങ്ങളെ കുറിപ്പിച്ചു. അപ്പോഴേക്കും അലീന പറഞ്ഞു ചേട്ടാ അത് 50 കിലോ അരി ഉണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ 50 കിലോ കൊടുത്തു വിട്ടേന്ന് പറഞ്ഞു. അലീന തൂക്കി നോക്കി കഴിഞ്ഞപ്പോൾ 50 കിലോ അരി ഇല്ല. ആ സമയത്ത് അലീന പറഞ്ഞു ഇത്ര ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അതെനിക്കറിയത്തില്ല, നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് ചിലപ്പോൾ അവിടെ എടുത്ത് മാറ്റി വെച്ചിട്ട് തിരികെ കൊണ്ടുവന്നായിരിക്കും എന്ന് പറഞ്ഞു. പഞ്ചസാര എല്ലാ സാധനങ്ങളും അങ്ങനെ തന്നെയാണ്. കള്ളത്തരം പിടിക്കപ്പെട്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പൗലോസിനും ബൈജുവിനൊക്കെ മനസ്സിലായി. എന്ത് ചെയ്യണമെന്നറിയില്ല, അത് പേടിച്ചരണ്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ കടക്കാരനിട്ട് നല്ല 8ന്റെ പണി തന്നെയാണ് കിട്ടുന്നത്. അയാൾ ഒരിക്കലും പ്രതീക്ഷ കാര്യമല്ല. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.